NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ സായാഹ്ന സദസ്സ് നടത്തി. കാഞ്ഞങ്ങാട്ട് നടന്ന സദസ്സ് KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത, ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള കുടിശ്ശിക അടുത്ത സർക്കാരിന്റെ ചുമലിൽ കെട്ടിവെച്ച ഉത്തരവിനെതിരെയും ഡാറ്റ ചോർത്തി ജീവനക്കാരെ വിൽപ്പന ചരക്കാക്കുന്നതിനെതിരെയുമാണ് NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് മാന്തോപ്പ് മൈതാനിയിൽ സായാഹ്ന സദസ്സ് നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ബജറ്റ് പ്രസംഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ പുതിയ പെൻഷൻ പദ്ധതി 2026 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ നടപ്പിലാക്കുവാൻ വേണ്ടി വരികയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം 3 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. സാധാരണക്കാരെ പോലും ഇരുട്ടിൽ നിർത്തി സമീപനങ്ങൾ, തീരുമാനങ്ങൾ എടുത്ത് പോകുന്ന സർക്കാർ സമാനമായ രീതിയിൽ സർക്കാർ ജീവനക്കാരുടെയും അതേ തരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ അധ്യാപകന്മാരുമായി ബന്ധപ്പെട്ട് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് മാസങ്ങളോളം അതുമായി ബന്ധപ്പെട്ട നിയമയുദ്ധം നടത്തിയതിനു ശേഷം 10 വർഷം കഴിഞ്ഞപ്പോഴും എവിടെയാണ് പരിഷ്കരണം എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിലെ KST എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് അവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വല്ലാത്ത ഒരു തരത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നതിനപ്പുറത്ത് ഖാദർ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ ഒരു അവകാശവും പറയുവാൻ വേണ്ടിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് അശോകൻ കരുവാച്ചേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് പെരിയങ്ങാനം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് MV നിഗീഷ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ബ്രിജേഷ് പൈനി, KV സജീഷ് കുമാർ, K ജയകുമാർ, ജില്ലാ ഭാരവാഹികളായ റെനിൽസൺ K തോമസ്, M വിജയകുമാർ, രതീഷ് പെരിയങ്ങാനം, വിനോദ് P രാജൻ, സുബിൻ രാജ്, MV ശ്രീജ, K പ്രസീത, K അജിത തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ഷഫീഖ് തൃക്കരിപ്പൂർ സ്വാഗതവും MV രാജീവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.